بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أوصيكم بنفسي أولا بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് വ്രതസമാപന ആഘോഷമായ ഈദുൽ ഫിത്റിന്റെ ചെറിയ പെരുന്നാളിന്റെ ദിനത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈദൈൻ, രണ്ട് ആഘോഷങ്ങൾ, രണ്ട് പെരുന്നാളുകൾ സംഗമിച്ച, രണ്ട് ആഘോഷങ്ങൾ, ഈദുകൾ സംഗമിച്ച ദിവസമാണ് ഇന്ന്. യൗമുൽ ഫിത്റും യൗമുൽ ജുമുഅയും. ആ രണ്ട് ഈദിന്റെ പരിപൂർണ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈദിന്റെ ഖുതുബയിലൂടെ പെരുന്നാളിന്റെ സന്ദേശമൊക്കെ നമ്മൾ ഇന്ന് ഉൾക്കൊണ്ട ആളുകളാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ചില വസിയ്യത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങിയ
പുണ്യങ്ങളുടെ വസന്തോത്സവമായ വിശുദ്ധ റമദാൻ ഒരു പിടി ഓർമ്മകളുമായി നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി. യഥാർത്ഥത്തിൽ റമദാൻ അല്ല വിട പറയുന്നത്, അതങ്ങനെ ഓരോ വർഷവും അങ്ങനെ കടന്നു വരും. ആ വിശുദ്ധ റമദാനിനോട് മനുഷ്യനെന്ന നിലയിൽ നമ്മളാണ് വിട പറയുന്നത്. കഴിഞ്ഞ റമദാനിലൊക്കെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ആഗ്രഹവുമായിരുന്നു ഈ റമദാനിൽ ജീവിക്കണമെന്ന്. പക്ഷെ അവരെല്ലാവരും റബ്ബിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു. അതുപോലെ തന്നെ അടുത്ത റമദാനിൽ 2027 റമദാനിൽ നമ്മിൽ ആരൊക്കെ അന്ന് സാക്ഷികളായിരിക്കുമെന്ന് പറയാൻ സാധിക്കാത്ത രൂപത്തിലാണ് അള്ളാഹു നമ്മളിൽ മരണം നിശ്ചയിച്ചിട്ടുള്ളത്, നമ്മുടെ ആയുസ്സിന് അള്ളാഹു ക്രമീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു റമദാൻ ജീവിതത്തിൽ ലഭിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിന് സാക്ഷികളാകാൻ ഒരുപാട് റമദാനുകൾ ജീവിതത്തിൽ ലഭിച്ച ഇബാദത്ത് ചെയ്യാനുമുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ചില വസിയത്തുകളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ആദ്യത്തെ വസിയത്ത്, ഉപദേശം എന്ന് പറയുന്നത്, ഈ റമദാനിലെ നോമ്പിലൂടെ ഏറ്റവും വലിയ ലക്ഷ്യമായി അള്ളാഹു പഠിപ്പിച്ചത് നമുക്കറിയാം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കണം. ഓരോ ദിവസത്തെ നോമ്പിലൂടെ ആ തഖ്വ, സൂക്ഷ്മത ആർജിച്ചെടുത്ത ആളുകളാണ് നമ്മൾ. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ, അതുപോലെ തന്നെ പരസ്യ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, കുടുംബ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, ജോലി ചെയ്യുന്ന രംഗങ്ങളിലെല്ലാം ആ റബ്ബിനെ നമ്മൾ പരമാവധി സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ആ സൂക്ഷ്മത, ആ തഖ്വ നമ്മുടെ ജീവിതത്തിലെ മരണം വരെ നമ്മൾ നിലനിർത്തണം എന്നുള്ളതാണ് ആദ്യ വസിയ്യത്ത്. ഈ ശവ്വാൽ 1 പെരുന്നാളിന്റെ ദിവസം മുതൽ പലർക്കും ആ തഖ്വ വീണ്ടും നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ ഒരിക്കലും ആ തഖ്വ നഷ്ടപ്പെടുന്ന വിശ്വാസികളായി നമ്മൾ മാറരുത്. അവർക്കാണ് സ്വർഗമുള്ളത്. അൽ ജന്നത്തു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, സ്വർഗം എന്നുള്ളത് അത് തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നരകവും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗം ആർക്കാണ്? അൽ മുത്തഖീൻ, ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച ആളുകൾക്ക്. താൻ ഏത് തെറ്റ് ചെയ്യുമ്പോഴും ഇന്നല്ലാഹ യഅലം, എന്റെ റബ്ബ് ഇത് കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടി ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ് യഥാർത്ഥ മുത്തഖിയായിട്ടുള്ള മനുഷ്യൻ. ഖുർആൻ പറയുന്നുണ്ടല്ലോ, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, ആ നരകത്തിന്റെ മുകളിലുള്ള സിറാത്തിലൂടെ നിങ്ങളിൽ കടക്കാത്തവരായി ആരും ഉണ്ടാവുകയില്ല. അവിടെ അമലുകൾക്കനുസരിച്ച് ഓരോരുത്തരും വേഗതയിൽ, മിന്നൽ വേഗതയിലും കുതിര വേഗതയിലും ഒക്കെ സഞ്ചരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒട്ടകത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്നവരുണ്ട്. സഹ്ഫൻ സഹ്ഫ, അതുപോലെ തന്നെ ഇഴഞ്ഞ് ആ സിറാത്തിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്. അവിടെ വെച്ച് അള്ളാഹു രക്ഷപ്പെടുത്തുന്നത് അൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകളെയാണ്. നോക്കൂ, ഒരിക്കലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബയ്യ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് തഖ്വ എന്നെന്ന് പറഞ്ഞാൽ അറിയുമോ? അപ്പോ ഉമർ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്, താങ്കൾ കല്ലുകളും മുള്ളുകളും ഇടതൂർന്ന വഴിയിലൂടെ സഞ്ചരിക്കാറുണ്ട്. ഉബയ്യെ, അതെ സഞ്ചരിക്കാറുണ്ട്. എങ്ങനെയാണ് സഞ്ചരിക്കാറുള്ളത്? ആ കല്ലും മുള്ളും എന്റെ കാലിൽ തറക്കാതിരിക്കാൻ വളരെ സൂക്ഷ്മതയോടുകൂടി, ശ്രദ്ധയോടുകൂടിയിട്ടാണ് ഞാൻ നടക്കാറുള്ളത്. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബയ്യ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി ഉണ്ട്, ആ കല്ലുകളും മുള്ളുകളും ഇടതോർന്ന് നിൽക്കുന്നത് പോലെ ഈ ദുനിയാവിൽ എല്ലായിടത്തും തിന്മകളാണ്. നിന്റെ മുമ്പിലും പിന്നിലും വലതും ഇടതും എല്ലായിടത്തും തിന്മകളങ്ങ് വ്യാപിച്ചു കിടക്കുന്ന ലോകമാണ്. നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അതാണ് സൂക്ഷ്മത എന്ന് പറയുന്നത്. അത് സഹോദരങ്ങളെ ഈ റമദാനിലൂടെ നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, റമദാനിൽ നമ്മൾ പല തിന്മകളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. അത് തന്നെയാ സൂക്ഷ്മത എന്ന് പറയുന്നത്. ആ സൂക്ഷ്മത മരണം വരെ നമുക്ക് കൊണ്ടുപോകാൻ സാധ്യമായാൽ അൽ ജന്നത്തു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, അവിടെ പ്രഖ്യാപിക്കപ്പെട്ട സ്വർഗ്ഗം അല്ലാഹു നമുക്ക് നൽകും. അതുകൊണ്ട് ഖുർആനിന്റെ കൽപ്പന, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി,
നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം, എങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ട്. അപ്പൊ ഈ ശവ്വാൽ 1 മുതൽ പെരുന്നാളിന്റെ ദിവസം മുതൽ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട വസിയത്ത്, നമ്മൾ ആർജിച്ചെടുത്ത തഖ്വ നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ വസിയത്ത് എന്ന് പറയുന്നത്, നമ്മള് കേവലം ഒരു മാസമല്ല റബ്ബിനെ ആരാധിക്കേണ്ടത്, കേവലം 2 ദിവസങ്ങളല്ല റബ്ബിനെ ആരാധിക്കേണ്ടത്, അതല്ലെങ്കിൽ ഒരു വർഷമല്ല റബ്ബിനെ ആരാധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്തെന്നറിയോ? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിന്റെ യഖീൻ എത്തുന്നത് വരെ, നിന്റെ മരണമാസന്നമാകുന്നത് വരെ നീ റബ്ബിനെ ആരാധിക്കണേ. ഏതെങ്കിലും ഒരു ആഴ്ച മാത്രമല്ല, റമദാനിന്റെ 30 ദിവസം മാത്രമല്ല റബ്ബിനെ ആരാധിക്കേണ്ടത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണമാസന്നമാകുന്ന സമയം വരെ നീ റബ്ബിനെ ആരാധിക്കണം. കുൻ റബ്ബാനിയൂൻ, നിങ്ങൾ റബ്ബിന്റെ ആളുകളാവണേ. വലാ റമദാനിയൂൻ, ഒരിക്കലും റമദാനിന്റെ ആളുകളാകാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ വസിയത്ത്. ഇപ്പൊ പല ആളുകളും നമുക്കറിയാം, റമദാന് വരുമ്പോ മാത്രം നന്നാകുന്ന ഒരു അവസ്ഥയുണ്ട്. ശവ്വാൽ 1 പെരുന്നാളിന്റെ ദിവസത്തോടുകൂടി റമദാനിന് മുമ്പ് ഏത് ജീവിതമായിരുന്നുവോ ആ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു മടങ്ങും. റമദാൻ വരുമ്പോ മാത്രം നമസ്കരിക്കുക, അന്ന് മാത്രം കുറച്ച് ദിക്റുകളും ദുആകളും അധികരിപ്പിക്കുക, അന്ന് കുറച്ച് സദഖ നിർവഹിക്കുക. റമദാൻ കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഉണ്ടാവില്ല, പിന്നെ അവന് ഖുർആനേ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയല്ല. രണ്ടാമത്തെ വസിയത്തായി നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കേണ്ടത് എന്തെന്നറിയോ? വഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ആയത്ത് നമ്മൾ എഴുതി വെക്കണം. നമ്മുടെ മരണം എന്നാണോ റബ്ബ് നിശ്ചയിച്ചിട്ടുള്ളത്, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, എന്റെ ഉമ്മത്തിലെ ആളുകളുടെ പ്രായം എന്ന് പറയുന്നത് 60-നും 70-നും ഇടക്കാം. അതിനുള്ളിൽ റസൂലുള്ളാഹി മരിച്ചില്ലേ? ഏകദേശം പ്രായം, അതിനപ്പുറം ജീവിക്കുന്നവരുണ്ട്. നമ്മുടെ മനുഷ്യന്റെ ഏകദേശം പ്രായമാ റസൂല് പറഞ്ഞത്. ആ ആയുസ് അല്ലാഹു ഏതുവരെയാണോ നിശ്ചയിച്ചത് അതുവരെ റബ്ബിനെ നമ്മൾ ആരാധിക്കണം. ചില ആളുകളൊക്കെ പറയും, എനിക്ക് വയ്യ, കാലുവേദനയാണ്, മുട്ടുവേദനയാണ്, അല്ലെങ്കിൽ നടക്കാനൊന്നും വയ്യ, പ്രയാസമുണ്ട്. നമ്മൾ അങ്ങനെ പറഞ്ഞ് വീട്ടിലിരിക്കുമ്പോ അസുഖം കൂടല്ലാതെ കുറയില്ല. നിനക്ക് നിന്ന് നമസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ നീ ഇരുന്ന് നമസ്കരിക്കണം. ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ കസേരയിൽ നമസ്കരിച്ചോ. ഇരിക്കാനും ബുദ്ധിമുട്ടാണെങ്കിൽ കിടന്ന് നമസ്കരിച്ചോ. കിടന്ന് നമസ്കരിക്കാനും ബുദ്ധിമുട്ടാണെങ്കിൽ നീ മനസ്സുകൊണ്ട് നമസ്കരിച്ചോ. ഏത് രോഗാവസ്ഥയിലും പ്രവാചകന്റെ ജീവിതമൊക്കെ നമ്മൾ വായിക്കുമ്പോ പഠിക്കുമ്പോ, പ്രവാചകനൊക്കെ അസുഖം ബാധിച്ച സമയത്ത് പള്ളിയിലേക്ക് പോയ ചരിത്രമുണ്ട്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അതുകൊണ്ട് കുൻ റബ്ബാനിയൂന വലാ റമദാനിയൂൻ, ഒരിക്കലും നിങ്ങൾ റമദാനിന്റെ ആളുകളാകരുത്, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിന്റെ ആളുകളായി മാറണം. അതാണ് ഇന്നത്തെ ദിവസം നൽകാനുള്ള രണ്ടാമത്തെ വസിയത്ത്. മൂന്നാമത്തെ വസിയത്ത് എന്ന് പറയുന്നത്, സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ കടന്നു വന്നപ്പോ പ്രവാചകൻ ഒരു ഹദീസ് പഠിപ്പിച്ചിരുന്നു. സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയും പിശാചിനെ ചങ്ങലയിൽ ബന്ധിക്കപ്പെടുകയും ചെയ്യുമെന്ന് പ്രവാചകൻ പറഞ്ഞു. അതൊക്കെ നമ്മൾ ഓതി പഠിച്ച ആളുകളാണ്. എന്നാൽ ഈ ദിവസം മുതൽ ആ പിശാചിനെ മോചനം ലഭിക്കുന്ന ദിവസമാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം, നമസ്കാരം അത് ഉറക്കത്തെക്കാൾ ഉത്തമമാണെന്ന് പള്ളി മിനാരങ്ങളിലൂടെ കേൾക്കുമ്പോ അത്താഴത്തിന് എണീറ്റുകൊണ്ട് നമ്മൾ അത്താഴം കഴിച്ച് സുബ്ഹി നമസ്കാരത്തിലേക്ക് പള്ളിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ പിശാച് പറയും, ഇനി പോകേണ്ടതില്ല. ളുഹറിനും അസ്റിനും മഗ്രിബിനും ഇശാക്കും ഹയ്യ അലസ് സ്വലാത്ത് ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്കും നമസ്കാരത്തിലേക്കും നിങ്ങൾ വരണം, ആ നമസ്കാരം നിങ്ങൾക്കൊരു വിജയമാണെന്ന് മുഅദ്ദിൻ പ്രഖ്യാപിക്കുമ്പോ നമ്മൾ വീട്ടിലാണെങ്കിലും കടകളിലാണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും പള്ളിയിലേക്ക് വന്നത് അള്ളാനെ ഭയന്നുകൊണ്ടാണെങ്കിൽ ആ പിശാച് പറയും, ഇനി പോകേണ്ടതില്ല. ഓരോ ദിവസവും വിശുദ്ധ ഖുർആനിന്റെ പേജുകൾ നമ്മൾ പാരായണം ചെയ്ത വ്യക്തികളാണെങ്കിൽ പിശാച് പറയും, നീ പാരായണം ചെയ്യണ്ട. സമ്പത്ത് അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്, പരീക്ഷണമാണ്, അതിൽ നിന്ന് സദഖ നമ്മൾ നിർവഹിച്ച ആളുകളാ. പിശാച് പറയും, ഇനി കൊടുക്കേണ്ടതില്ല. എന്തിനാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഈ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കേണ്ടത്? വേണ്ട, അതൊക്കെ ഒഴിവാക്കുക. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ ഇബ്ലീസിനോട് അല്ലാഹു പറഞ്ഞപ്പോ ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തുറാബ്,
ആദമിനെ മണ്ണിനാ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, ഞാൻ തീയിനാ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. തീനാൽ സൃഷ്ടിച്ച എന്നെ ആദമിന്റെ മുന്നിൽ ഞാൻ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അബാവസ്തക്ബർ അഹങ്കരിച്ചു. ആര്? ഇബ്ലീസ്. അവിടെ അള്ളാഹുമായിട്ടുള്ള വാക്ക് തർക്കമുണ്ടായപ്പോ ഇബ്ലീസ് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയോ? വല ഉഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഉൽ മുഖ്ലസീൻ. നിന്റെ അടിമകളെ മുഴുവൻ ഞാൻ വഴിപിഴപ്പിക്കും റബ്ബേ. വല ഉഗ്വിയന്നഹും, ആരെ ഒഴികെന്നറിയോ? ഇല്ലാ ഇബാദക മിൻഉൽ മുഖ്ലസീൻ, നിങ്ങളിൽ തഖ്വ പാലിക്കുന്ന ആത്മാർത്ഥതയുള്ള നിന്റെ അടിമകൾ ഒരിക്കലും എനിക്ക് വഴിപിഴപ്പിക്കാൻ സാധ്യമല്ല. ആ പിശാചിനെ കെട്ടിയിട്ടത് കൊണ്ടാണ് നമ്മൾ റമദാനിൽ അമല് ചെയ്തത്, ഇബാദത്തുകളിൽ സജീവമായത്. പക്ഷെ ഇന്ന് മുതൽ നിങ്ങളുടെ പുറകിലുണ്ടാവും, നമ്മുടെ പുറകിലുണ്ടാവും. അതുകൊണ്ട് ഖുർആനിന്റെ കൽപ്പന എന്തെന്നറിയുമോ? ഇന്ന ശൈത്വാന ലക്കും അദുവ്വ്, ആ പിശാച് നിങ്ങളെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വാ, ആ പിശാചിനെ ശത്രുവായിട്ട് തന്നെ നിങ്ങൾ ഗണിക്കണം. എല്ലാവിധ തിന്മകളിലേക്കും നിങ്ങളെ പിശാച് പ്രേരിപ്പിക്കുന്നതാണ്, നന്മകളെ തൊട്ട് തടയുന്നതാണ്. പക്ഷെ ആ പിശാചിനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ കണക്കാക്കണം. അപ്പൊ പിശാചിന് രംഗത്തിറങ്ങുന്ന ദിവസം നമ്മള് എങ്ങനെയാണോ ആ പിശാചിനെ നമ്മൾ സൂക്ഷിക്കേണ്ടത്, അതേ മുറപ്രകാരം നമ്മൾ ശത്രുവായിട്ട് തന്നെ ഗണിക്കണം. അതാണ് മൂന്നാമത്തെ വസിയത്ത് ഇന്ന് നൽകാനുള്ളത്. നാലാമത്തെ വസിയത്ത്, സഹോദരങ്ങളെ, ഈ ഒരു മാസം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട ആളുകളാണ്, പ്രയാസപ്പെട്ട ആളുകളാണ്. ഫർദ് നമസ്കാരങ്ങളിലൂടെ, റവാത്തിബ് സുന്നത്തുകളിലൂടെ, തറാവീഹ് നമസ്കാരങ്ങളിലൂടെ നമ്മൾ എല്ലാവരും ബാബു സ്വലാത്ത് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ കവാടത്തിൽ എത്തി നിൽക്കുന്ന ആളുകളാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നുകൊണ്ട് അന്നപാനീയങ്ങൾ ഒഴിവാക്കി നോമ്പുകാരായിക്കൊണ്ട് റയ്യാൻ എന്ന കവാടത്തിൽ എത്തി നിൽക്കുന്ന ആളുകളാണ്. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്താകുന്ന ആ പണം സ്വതക്കയായിട്ടും സകാത്തായിട്ടും നിർവഹിച്ച് ബാബു സ്വതക്ക എന്ന് പറയുന്ന സ്വർഗത്തിന്റെ കവാടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്ന ആളുകളാണ്. തന്റെ ശരീരം കൊണ്ടും തന്റെ സമ്പത്ത് കൊണ്ടും ജിഹാദ് ചെയ്ത് ആ ജിഹാദ് എന്ന ബാബുൽ ജിഹാദ് എന്ന കവാടത്തിൽ എത്തി നിൽക്കുന്ന ആളുകളാണ്. ആ കവാടത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ പുറകോട്ട് വരാൻ പാടില്ല. നാലാമത്തെ വസിയത്ത് എന്തെന്നറിയോ? അത്രയും നമ്മൾ പടുത്തുയർത്തിയ ആ അമലുകൾ ഉണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ നഷ്ടമാകുമെന്ന് പറഞ്ഞ ശിർക്കിലും ബിദ്അത്തിലും അതുപോലെ തന്നെ കുഫറിലും മറ്റു ഹറാമുകളിലും ഏർപ്പെട്ടുകൊണ്ട് ആ അമലുകളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. ഒരുപാട് യാത്ര ചെയ്ത് നിധിശേഖരമുള്ള ഒരു കൊട്ടാരത്തിന്റെ അടുത്തെത്തി ആ കൊട്ടാരത്തിൽ നിന്ന് നിധിയെടുക്കാതെ തിരിച്ചു പോരുന്നത് എത്ര വിഡ്ഢിത്തമാണ്. അതുപോലെ തന്നെ സ്വർഗത്തിന്റെ കവാടത്തിലെത്തിയിട്ട് നമ്മുടെ അഅ്മാലു സ്വാലിഹാത്തുകളെയും നിങ്ങൾ ബാത്തിലാക്കി കളഞ്ഞാൽ നിങ്ങൾ എടുത്ത അമലുകളെല്ലാം വേസ്റ്റ് ആയി പോകും. എന്താ ഖുർആനിന്റെ കൽപ്പന എന്തെന്നറിയുമോ? വലാ തുബ്തിലു അഅ്മാലക്കും, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ അമലുകളെ നഷ്ടപ്പെടുത്തിക്കൂടാ. മദീനയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ തകൂനു കല്ലതി നഖലത് അസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. ആ സ്ത്രീയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു വിഡ്ഢിപ്പെണ്ണായിരുന്നു മദീനയിലെ. ഒരുപാട് കയറുകൾ പിരിച്ചുണ്ടാക്കി ആ കയറിന്റെ പിരിയുടച്ച് കളയുന്ന ഒരു വിഡ്ഢിപ്പെണ്ണിനെ പോലെ നീ ആയി മാറരുത്. എടുത്ത പണിയെല്ലാം വേസ്റ്റ് ആക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. കയറങ്ങനെ പിരിച്ചുണ്ടാക്കിയിട്ട് അവസാനം കയറിന്റെ പിരിയുടച്ച് കളയാം. ഈ 30 ദിവസത്തിലൂടെ അതല്ലെങ്കിൽ 29 നോമ്പിലൂടെ നമ്മൾ സഹോദരങ്ങളെ ഒരുപാട് 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 ഇബാദത്തുകൾ അനുഷ്ഠിച്ച ആളുകളാണ്. ലാ തുബ്തിലു അഅ്മാലക്കും, ഈ ദിവസം മുതൽ തിന്മകളിൽ ഏർപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അമലുകളെ നിങ്ങൾ ബാത്തിലാക്കരുത് എന്ന നാലാമത്തെ വസിയത്ത്. അഞ്ചാമതായി അവസാനമായി നൽകാനുള്ള വസിയത്ത്, നമ്മുടെ ജീവിതത്തിൽ എന്ത് അമല് ചെയ്യുമ്പോഴും അതത് സമയത്ത് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നി, റബ്ബേ എന്നിൽ നിന്ന് നീ കർമ്മം സ്വീകരിക്കണേ. കഅബാലയത്തിന്റെ തൂണുകൾ പടുത്തുയർത്തിയ സന്ദർഭമുണ്ട്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയായിരുന്നു, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയായിരുന്നു. കഅബാലയത്തിന്റെ തൂണുകൾ പടുത്തുയർത്തിയ സമയത്ത്
നല്ലൊരു കർമ്മം അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ചെയ്തപ്പോ അവർ പറഞ്ഞതെന്തെന്നറിയോ? റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് റബ്ബേ ഇത് സ്വീകരിക്കണേ. അതുകൊണ്ട് റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകൾ, വിശുദ്ധ ഖുർആൻ പാരായണം, നമ്മുടെ നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ പ്രാർത്ഥനകൾ, അദ്കാറുകൾ, അതുപോലെ ജീവിതത്തിൽ ഏത് സമയത്ത് എന്ത് അമൽ ചെയ്യാണെങ്കിലും ആ സമയത്ത് റബ്ബനാ തഖബ്ബൽ മിന്നി എന്ന പ്രാർത്ഥന നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം. അതാണ് അഞ്ചാമതായി നൽകാനുള്ള വസിയത്ത് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദിവസം മുതൽ ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം പണ്ഡിതന്മാരെന്താ പറഞ്ഞതെന്നറിയോ? ഒരു റമദാന് കഴിഞ്ഞ് ശ്രദ്ധിക്കണം, ഒരു റമദാന് കഴിഞ്ഞ് അവന് പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയാൽ, തിന്മകൾ ആവർത്തിക്കുകയാണെങ്കിൽ, അവരുടെ അഭിപ്രായം എന്താണെന്നറിയോ? ആ റമദാൻ അവനിൽ നിന്ന് സ്വീകാര്യമായിട്ടില്ല. നഊദു ബില്ലാഹ്. അതായത് നമ്മള് തിന്മകളെല്ലാം ചെയ്യുകയാണെങ്കിൽ ഈ ദിവസം മുതൽ അവന്റെ 29 അല്ലെങ്കിൽ 30 ദിവസം നോമ്പ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ മാസം നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് അതേ മുറപ്രകാരം നമ്മുടെ മരണം വരെ നമുക്ക് ജീവിക്കാൻ സാധ്യമാകണം. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ വസിയത്ത്, നമ്മൾ റമദാനിൽ ആർജിച്ചെടുത്ത തഖ്വ, നമ്മൾ കെട്ടിപ്പടുത്തുയർത്തിയ തഖ്വ മരണം വരെ നമ്മൾ നിലനിർത്തുക. 2, കേവലം ചില മാസങ്ങൾ മാത്രമല്ല റബ്ബിനെ ആരാധിക്കേണ്ടത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണമാസന്നമാകുന്ന സമയം വരെ റബ്ബിനെ ആരാധിക്കുക. അതുപോലെ തന്നെ ഇന്ന് മുതൽ പിശാച് മോചിതനാകും, ആ പിശാച് നമ്മൾ വഴിപിഴപ്പിക്കും എന്ന് അല്ലാഹുവിനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിശാചിനെ നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ മുഖ്യ ശത്രുവായിട്ട് തന്നെ പിശാചിനെ നമ്മൾ കണക്കാക്കുക. 4-മത്തെ വസിയത്ത്, നമ്മൾ പ്രയാസപ്പെട്ട് ഇബാദത്തുകൾ അനുഷ്ഠിച്ച ആളുകളാണ്. ആ ഇബാദത്തുകൾ തിന്മകൾ കൊണ്ടൊരിക്കലും ലാ തുബ്തിലു, നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൂടാ. 5-മത്തെ വസിയത്ത്, നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കാൻ റബ്ബിനോട് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുക. അതാണ് നമ്മൾ ഈദ്ഗാഹിന് ശേഷമൊക്കെ പരസ്പരം കെട്ടിപ്പുണർന്ന് തഖബ്ബലല്ലാഹു മിന്നാ വമിൻക എന്ന ആ ഒരു തഹയ്യത്ത് നമ്മൾ പരസ്പരം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ റമദാനിൽ സ്വീകരിക്കുന്ന വിഭാഗങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങളെല്ലാം റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈദുൽ ഫിത്റിന്റെ ഈ ചെറിയ പെരുന്നാളിന്റെ ദിവസം മുതൽ നമ്മൾ സ്വീകരിക്കേണ്ട 5 വസിയത്തുകളാണ്, 5 ഉപദേശങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. ഇനി പ്രവാചകൻ നമ്മളോട് കൽപ്പിച്ചത് നമുക്കറിയാം. മൻ സോമ റമദാന ثم അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ കാന കസിയാമി ദഹർ. റമദാനിലെ 30 നോമ്പുകൾ പൂർത്തീകരിക്കുകയും ഈ ശവ്വാലിലെ 6 ദിവസത്തെ, അത് തുടർച്ചയായി നോൽക്കണമെന്നില്ല, ആ ശവ്വാലിലെ 6 ദിവസത്തെ നോമ്പ് ഒരാൾ പൂർത്തിയാക്കുകയാണെങ്കിൽ കാന കസിയാമി ദഹർ, ഒരു വർഷം അവൻ നോമ്പനുഷ്ഠിച്ച ആളെ പോലെയാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട 2 പോയിന്റ് ഉണ്ട്. എന്താണെന്നറിയോ? നമ്മളിപ്പോ ഏകദേശം ഒരു 1076 അതല്ലെങ്കിൽ 60 വയസ്സ് വരെ ജീവിച്ചു. 18 അതല്ലെങ്കിൽ 15 വയസ്സ് മുതലാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ആ 60-70 വയസ്സ് വരെ നോമ്പുകാരനായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു വർഷത്തിൽ 360 ദിവസമാണുള്ളത്. 30 ദിവസത്തെ നോമ്പ്, റമദാനിലെ നോമ്പിലെ ഒരു നോമ്പിന്റെ പ്രതിഫലം 10 ദിവസത്തെ പ്രതിഫലം. 30 നോമ്പ് അനുഷ്ഠിച്ചാൽ 300 ദിവസം നോമ്പ് അനുഷ്ഠിച്ച ആളെ പോലെയാണ്. ശവ്വാലിൽ 6 ദിവസം 60. അപ്പൊ ഒരാള് ജീവിക്കുന്ന മുഴുവൻ ദിവസവും മുഴുവൻ കാലവും അവൻ നോമ്പിലാണ്. ഇത്ര മഹത്വമുള്ള കാര്യം നോക്കൂ നിങ്ങൾ. പല ആളുകൾക്കും മടിയാണ് നോമ്പ് അനുഷ്ഠിക്കാൻ. റമദാൻ കഴിഞ്ഞില്ലേ, കുഴങ്ങി എടങ്ങാറായി ഒരുപാട് പ്രയാസപ്പെട്ട് ഇനി 6 നോമ്പൊന്നും നോൽക്കാൻ കഴിയൂല. ആ ശവ്വാലിലെ ഒരു 6 ദിവസത്തെ നോമ്പും കൂടെ നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ഒരു വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ച പ്രതിഫലമാണ്. അത് നമ്മൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇന്ന് യുദ്ധം കടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട്. നമ്മൾ അറിയാഞ്ഞിട്ട ഒരുപാട് പേരുടെ, നമുക്കറിയുന്ന ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വന്ന ആളുകളുണ്ട്.
ഓരോരുത്തരുടെ കമ്പനി വരെ പൂട്ടിയ അവസ്ഥയാ. ഒരുപാട് പ്രയാസങ്ങൾ അവിടെ നിൽക്കുന്ന ആളുകൾ നേരിടുന്നുണ്ട്. ഈ യുദ്ധമെങ്ങാനും അവസാനിച്ചിട്ടില്ല എങ്കിൽ ഒരു രാജ്യത്തിന് മാത്രമല്ല അതിന്റെ പ്രശ്നം സംഭവിക്കുക, ഒരാൾക്ക് മാത്രമല്ല പ്രശ്നം സംഭവിക്കുക, ലോകത്തുള്ള മുഴുവൻ ആളുകളെയും അതല്ലെങ്കിൽ നമ്മളൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എല്ലാം അത് താറുമാറാക്കും. അതുകൊണ്ട് ലോകത്ത് സമാധാനം പുലരാൻ ഇസ്ലാം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അക്രമവും അശാന്തിയും പരത്താൻ ഒരിക്കലും ഇസ്ലാം നിർദ്ദേശിക്കുന്നില്ല, നിഷ്കർഷിക്കുന്നില്ല. ലോകത്ത് സമാധാനം വേണം. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കുന്ന ഈ ഈദിന്റെ ദിവസം ആത്മാർത്ഥമായി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ യുദ്ധം കാരണം പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം മാറ്റി കൊടുക്കണം. യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ. ഇന്നക സമീഉദ് ദുആ. ആ റബ്ബല്ലാതെ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ആരുമില്ല. ആ റബ്ബിന് മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് അള്ളാഹു ഈ ലോകത്ത് സമാധാനം പുലർത്തണേ. സമാധാനം പുലർന്നാൽ മാത്രമേ നമുക്ക് നല്ല രൂപത്തിൽ ശാന്തിയോടുകൂടി മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനും കിടന്നുറങ്ങാനും സാധ്യമാകുകയുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന മുസ്ലിങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനൽ മുസ്ലിമീൻ എന്ന പ്രാർത്ഥനകൾ ഈ ദിവസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈദിന്റെ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ഈദിന്റെ സുന്നത്തായിട്ടുള്ള കുടുംബ സന്ദർശനം. വർഷങ്ങളായി പിണങ്ങി നിൽക്കുന്നവരുണ്ടാവും, മാസങ്ങളായി പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നല്ലൊരു ദിവസം അത്തരത്തിലുള്ള പിണക്കമുണ്ടെങ്കിൽ അവരിൽ ഏറ്റവും നല്ലവൻ സലാം കൊണ്ട് തുടങ്ങുന്നവനാ. കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതിന്റെ പരിമളം അവൻ ആസ്വദിക്കാൻ സാധ്യമാകുകയില്ല. അതുപോലെ തന്നെ ഒരുപാട് രോഗികൾ നമുക്ക് ചുറ്റുമുണ്ട്, അവരെയൊക്കെ നമ്മൾ സന്ദർശിക്കണം. അതൊക്കെ ഈദിന്റെ സുന്നത്തായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതാണ്. പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ ഈ പെരുന്നാളിനെ ആഘോഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫസ്തബിഖുൽ ഖൈറാത്ത്. റമദാനിൽ നമ്മൾ തുടർന്ന പോലെ നന്മകളിൽ മുന്നേറാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പ് സ്വീകരിക്കുന്ന വിഭാഗങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ധാരാളം വർഷങ്ങളിൽ റമദാനിൽ ജീവിക്കാനുള്ള അവസരം, സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. റമദാനിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത തഖ്വ അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. ഖുർആനും നോമ്പും സാക്ഷി പറയുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന യഥാർത്ഥ സ്വാഇമീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اللهم ادخلنا الجنة، اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آل محمد. آمين آمين برحمتك يا أرحم الراحمين.